വീണ്ടും വാർത്തകളിലേക്കാണ്. കേരള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം വേണമെന്ന മുതിർന്ന നേതാവും ഇരിങ്ങാലക്കുട നിയുക്ത MLA-യുമായ തോമസ് ഉണ്ണിയാടൻ. 8-ൽ 7 സീറ്റും ജയിച്ച പാർട്ടിക്ക് അതിന് അർഹതയുണ്ട്. തന്നെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും തൃശൂരിന് ഒരു മന്ത്രി വേണമെന്നും തോമസ് ഉണ്ണിയാടൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആരെല്ലാമാകും മന്ത്രിമാർ എന്ന കാര്യത്തിലാണ് ആകാംക്ഷ. തൃശ്ശൂരിനും ഒരു മന്ത്രി വരും. ആരാകും തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി എന്നറിയില്ല. മുതിർന്ന UDF നേതാവ് ശ്രീ തോമസ് ഉണ്ണിയാടൻ നമ്മോടൊപ്പമുണ്ട്. 4ാം തവണയാണ് അദ്ദേഹം ജയിക്കുന്നത്. സ്വാഭാവികമായിട്ടും തൃശ്ശൂരുകാർ താങ്കൾ മന്ത്രിയാവുമെന്ന് പ്രതീക്ഷിക്കും. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 4 നിയോജകമണ്ഡലങ്ങളിലാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലാകെ 13 നിയോജകമണ്ഡലങ്ങളുണ്ട്. അതിൽ 9 നിയോജകമണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിട്ടുള്ളത്. അതിൽ 4 സ്ഥലങ്ങളിലെ വിജയത്തിൽ ഒരു വിജയം ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുടയിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ CPM-ൻ്റെ ഒരു സീറ്റാണ് ഇത്തവണ നഷ്ടപ്പെട്ടിട്ടുള്ളൂ തൃശ്ശൂർ ജില്ലയിൽ. അത് ഇരിങ്ങാലക്കുടയാണ്. അവിടെ ഞാൻ വിജയിക്കുകയുണ്ടായി. ഇപ്പോൾ മന്ത്രി ചർച്ചകളാണ് സജീവമായി വരുന്നത്. താങ്കൾ മന്ത്രിയാകുമോ? മന്ത്രിയാകാൻ താല്പര്യമുണ്ട്? എന്താണ് മനസ്സിലുള്ളത്? അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം UDF മുന്നണിയും കേരള കോൺഗ്രസ് പാർട്ടിയും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോൾ 8 സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ 7 സ്ഥാനാർത്ഥി വിജയിക്കുകയുണ്ടായി. അപ്പോൾ 2 മന്ത്രിസ്ഥാനം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പാർലമെൻറ്റ് പാർട്ടി യോഗം മന്ത്രിമാർ 2 പേര് വേണം മിനിമം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിനോട് ആവശ്യപ്പെടും. ഞങ്ങളുടെ പാർലമെൻറ്റ് പാർട്ടി യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അത് UDF നേതൃത്വത്തോട് ആവശ്യപ്പെടും, കോൺഗ്രസിനോട് ആവശ്യപ്പെടും. 2-ൽ 1 താങ്കളാവുമോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാനല്ലല്ലോ എൻ്റെ ഒരു കാര്യം, ഞാൻ മാത്രമായിട്ടല്ലല്ലോ തീരുമാനം. എല്ലാവർക്കും ആഗ്രഹങ്ങൾ പറയാം. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും പാർട്ടി ആ നിലയിലൊക്കെ തന്നെ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആ നിലയിൽ തന്നെ ഒരു മനോഭാവം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. പാർട്ടി അത്തരത്തിൽ തന്നെ ചിന്തിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു മന്ത്രിയെ തോൽപ്പിച്ചാണ് താങ്കൾ നിൽക്കുന്നത്. അതൊക്കെ ശരിയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ തോൽപ്പിച്ചാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത്. അതും 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. ഇടതുപക്ഷം ഷുവർ പറഞ്ഞ ഒരു നിയമമണ്ഡലമാണ് ഇരിങ്ങാലക്കുട നിയമമണ്ഡലം. CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് ഇരിങ്ങാലക്കുട നിയമമണ്ഡലം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു രീതിയിൽ പരിഗണന ഉണ്ടായേക്കാം. മുഖ്യമന്ത്രി ചർച്ച സജീവമാണ്. ആര് മുഖ്യമന്ത്രിയാണെന്നാണ് താങ്കളുടെ മനസ്സിൽ? അല്ല, ആരും മുഖ്യമന്ത്രി ആകണമെന്നുള്ളതൊക്കെ ഞാൻ വ്യക്തിപരമായി പറയേണ്ടതായിരിക്കണമല്ലോ. അത് UDF ചിന്തിക്കും, കോൺഗ്രസ് പാർട്ടി ചിന്തിക്കും. കേരള കോൺഗ്രസ് പാർട്ടി അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്തി ഞങ്ങളും അതിലൊരു തീരുമാനം അറിയിക്കും. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ വൺ. നടരാജ് പരശുരാം തത്സമയം വിവരങ്ങൾ നൽകും. നടരാജ്, അപ്പോൾ 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ആവശ്യം കേരള കോൺഗ്രസ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ താനടക്കം മന്ത്രിയാകണം അയക്കും എന്ന് പറയുമ്പോൾ ആ 2 മന്ത്രിസ്ഥാനവും പോരാതെ വരും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ വൈകുന്തോറും കൂടുതൽ ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ എന്താണ് ഉണ്ണിയാടൻ പറഞ്ഞു വെക്കുന്നത്? വളരെ സീനിയർ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ കുറ്റം പറയാനും സാധിക്കില്ല. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ? ശരിയാണ്, 2 മന്ത്രിസ്ഥാനം വേണമെന്നത് കേരള കോൺഗ്രസിന്റെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം അവരെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. അതൊരു നേതാവ് ഒരു സൗണ്ട് ബൈറ്റായി പുറത്തു പറയുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും. അവരുടെ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നു. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ 8 സീറ്റിൽ മത്സരിച്ചു, 7-ലും ജയിച്ചു. വെച്ചുമാറിയ 2 സീറ്റിൽ ഘടകകക്ഷികൾ ജയിച്ചിട്ടുണ്ട്. തത്വത്തിൽ തങ്ങൾ എല്ലാ സീറ്റിലും ജയിച്ചിട്ടുണ്ട്. ഒരു സീറ്റ് തോറ്റത് കോൺഗ്രസിന്റെ സീറ്റ് വെച്ചുമാറിയപ്പോഴാണ്. അപ്പോൾ തങ്ങൾക്ക് കഴിഞ്ഞത്തേക്കാട്ടും ക്ലെയിം കൂടുതലാണ് എന്നാണ് ഇവർ പറയുന്നത്. 2011-ൽ കിട്ടിയതിനെക്കാട്ടിലും ഇത്തവണ കിട്ടാൻ യോഗ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനം 2 വേണമെന്ന് പറയുമ്പോൾ തത്വത്തിൽ കേരള കോൺഗ്രസിൻ്റെ ആവശ്യം 2 മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് സ്ഥാനവുമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ മികച്ച പെർഫോമൻസ് നടത്തിയ ഘടകകക്ഷികൾ എന്ന നിലയിൽ തങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യം മുന്നണിയിൽ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് കേരള കോൺഗ്രസിന് ലഭിക്കുമോ ലഭിക്കില്ലയോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത്. തൃശ്ശൂരിനൊരു മന്ത്രി വേണമെന്നുള്ള ചർച്ച സജീവമാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ആദ്യം 3 മന്ത്രിമാരുണ്ടായിരുന്നു. പിന്നീട് K. രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് ജയിച്ചു പോയപ്പോൾ 2 മന്ത്രിമാരായി. ഇത്തവണ 4 സീറ്റ് മാത്രമാണ് UDF തൃശ്ശൂർ ജയിച്ചിട്ടുള്ളത്. അതിൽ 2 പേർ പുതുമുഖങ്ങളാണ്. OJ ജനീഷും അതുപോലെ തന്നെ രാജൻ പലനും പുതുമുഖങ്ങളാണ്. ബാക്കിയുള്ള 2 പേരിൽ ഒന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും മറ്റൊന്ന് തോമസ് ഉണ്ണിയാടനുമാണ്. സ്വാഭാവികമായി വളരെ സീനിയർ നേതാവെന്ന നിലയിൽ തൃശ്ശൂരിനൊരു മന്ത്രിസ്ഥാനം പരിഗണിക്കുമ്പോൾ ഉണ്ണിയാടൻ മന്ത്രിയാവണമെന്നും അദ്ദേഹത്തിന് കൂടെയുള്ളവരും ആഗ്രഹിക്കുന്നു. ജില്ലയ്ക്ക് ഒരു മന്ത്രി വേണമെന്ന് പരിഗണന വന്നാൽ ഒരുപക്ഷെ
ഉണ്ണിയാടന് നറുക്ക് വീണേക്കാം. അപ്പോൾ തനിക്കതിന് യോഗ്യതയുണ്ടെന്നും തന്നെ പാർട്ടി പരിഗണിക്കുമെന്നും പ്രതീക്ഷിക്കുമെന്നും ഉണ്ണിയാടൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി മോഹം കൂടി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. പാർട്ടി 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് പറയുമ്പോൾ ആരാകും കേരള കോൺഗ്രസ് നിന്ന് മന്ത്രിയാവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. അപ്പു മോൻ ജോസഫ് ഉണ്ട്, മോൻസ് ജോസഫ് പോലെ ഒരു സീനിയർ ഉണ്ട്, സ്വാഭാവികമായും ഉണ്ണിയാടനും ക്ലെയിമുണ്ട്. അപ്പോൾ ഇത് എന്താണ് വരികയെന്ന് അറിയില്ലെങ്കിലും തൻ്റെ മന്ത്രിമോഹം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, മന്ത്രിസ്ഥാന മോഹം തുറന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ പാർട്ടിയുടെ മികച്ച പ്രകടനത്തിന് UDF അംഗീകാരം കിട്ടുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്.